അല്ലേ? കഴിക്കാം, അടിക്കാം. ഓക്കെ നടച്ചേട്ടാ, എന്തൊക്കെ പ്രത്യേക വിഭവങ്ങളുണ്ട്, എന്തൊക്കെ വിഭവങ്ങൾ ഇവിടുത്തെ സ്പെഷ്യലാണ്? ബേസിക്കലി എല്ലായിടത്തും ചെല്ലടാ, ചെന്ന് കയറി കൊടുക്ക്. പറ്റിയ ആളുടെ അടുത്തോട്ടാ നീ ചെന്നേക്കുന്നേ. നിനക്ക് വയറ് നിറച്ചും കിട്ടും. ഇതൊരു കഥയാണ്. ആഹാരം തട്ടിയെടുക്കാനായിട്ട് തൻ്റെ പാചകപ്പുരയിൽ കടന്നു കയറിയ ഒരു വെടുങ്ങുകോഴിയെ തന്ത്രപരമായി വയറു നിറയെ വെള്ളം കുടിപ്പിച്ച് ചമ്മി നാണം കെടുത്തി മടക്കി അയച്ച ഒരു മിടുമിടുക്കൻ ഷെഫിന്റെ കഥ. ഒരു നാട്ടിൽ ഒരു വെടുങ്ങുകോഴി ഉണ്ടായിരുന്നു. ആദ്യം ഇനി ഡേറ്റിംഗ് ആപ്പിൽ ഒന്നും പോകണ്ട. കാരണം എന്താന്ന് വെച്ചാൽ അത് എനിക്ക് പറ്റിയതാണ്. ഞാൻ തന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ നെഞ്ചിനുള്ളിൽ ഈ വെടുങ്ങുകോഴി തൻ്റെ കോഴിത്തരങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ ഇങ്ങനെ വിലസ് ജീവിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ചില തിക്താനുഭവങ്ങൾ കാരണം നാട് വിടേണ്ടി വന്നു. ഇപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർമ്മ കൊടുത്തിട്ടുണ്ടോ? എന്താ ഇവിടെ ചോദിക്കുന്നത്? എന്ത് മൂളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? ആര് കല്യാണം കഴിച്ചെന്ന് കാണണം. സാറ് കല്യാണം കഴിക്കുന്നതിന് താങ്കൾക്ക് വന്ന കാര്യം. ഒടുവിൽ ലൗകിക ജീവിതത്തിൽ വിരക്തി തോന്നിയ വെടുങ്ങുകോഴി നാട് ഉപേക്ഷിച്ച് നടന്നുകൊണ്ടേയിരുന്നു. നടന്ന് ഒടുവിൽ വിശന്നു വലഞ്ഞ് ചാകാറായി. കോഴി തെക്കും വടക്കും നോക്കി. ദൂരെ ഒരിടത്തായി പുക ഉയരുന്നു. പുക ഉയരുന്ന ദിക്ക് ലക്ഷ്യമാക്കി കോഴി നടന്നു. അവിടെയാണ് നമ്മുടെ കഥയിലെ വില്ലൻ ഷെഫ്. ഷെഫിനെ പറ്റി പറയുകയാണെങ്കിൽ സ്വയം നളൻ എന്നാണ് അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഞാനൊരു ഫുഡ് സയന്റിസ്റ്റ് ആണ്. ബേസിക്കലി ഫുഡ് സയന്റിസ്റ്റ്. പിന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കാന്താരി എന്ന് പറയുന്ന മുളകാണ്. കൂടാതെ അദ്ദേഹം തക്കാളി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാണ്ട് ഹെർബ്സ് വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. തന്നെയുമല്ല, അദ്ദേഹം ചൊറിയണം വെച്ചിട്ട് പരിപ്പ് കറി. അപ്പൊ എന്റെ കയ്യിലാണ്. അതെ, ഇത് മാത്രമല്ല, ഇത് വെച്ച് ടീ ഉണ്ടാക്കാം. നെറ്റിൽ ടീ എന്ന് പറയും. ഇതുകൂടാതെ അദ്ദേഹം അറിയപ്പെടുന്നത് ആംബ്രോസിയ. അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റാണ്. കഞ്ഞി എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എൻ്റെ കഞ്ഞി എന്ന് പറഞ്ഞാൽ 5 ധാന്യങ്ങൾ സ്പ്രൗട്ട് ചെയ്ത്. പിന്നെ സിനിമാക്കാരെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം വേറെ ഒന്നും കൊടുക്കില്ല, ഇത് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇതാണ് ഒരു എള്ളുണ്ട ലൈഫിൽ. എള്ളുണ്ടയും നീല. അങ്ങനെ ഒരു പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തെ പറ്റി കുറച്ച് രഹസ്യങ്ങൾ. ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലമാണ് ഹോട്ടൽ ആര്യവൈദ്യശാല. ഇദ്ദേഹം പാചകത്തിന് ഉപയോഗിക്കുന്നത് മൊത്തം പച്ചമരുന്നാണ്. ഹെർബ്സ് വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. 13 ഹെർബ്സ് ആഡ് ചെയ്തിട്ട്. പിന്നെ ശക്തിമരുന്ന് വൈദ്യപരമ്പരയിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ആ ശക്തിമരുന്നിൻ്റെ ഒക്കെ രഹസ്യക്കൂട്ടറിയാം. പിന്നെ പാലാഴി കടഞ്ഞെടുത്തുണ്ടാക്കിയ അമൃതിൻ്റെയും രഹസ്യക്കൂട്ട് ഇദ്ദേഹത്തിന് അറിയാമെന്ന് കരുതപ്പെടുന്നു. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ആ കോഴി അവിടെ അങ്ങനെ എത്തി നിൽക്കുകയാണ്. കോഴിയെ കണ്ടതും നമ്മുടെ ഷെഫ് അകത്തുനിന്ന് ഇറങ്ങി വന്നു. കോഴി ഷെഫിനെ കയ്യിലെടുക്കാനായിട്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കുന്നു. കാന്താരി എന്ന് പറഞ്ഞാൽ പീക്കിലുമാണ്. അപ്പൊ അതാണ് വാ തുറന്നാൽ കാന്താരിയുടെ കാര്യം മാത്രമേ പറയത്തുള്ളൂ. ഈ കാന്താരി ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ എന്നെ അടുത്തേനെ. നീ വല്ല കാന്താരി ഷെഫും ആണോ? ഷെഫ് കോഴിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. കോഴിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് തലയിൽ കയറുന്നില്ല. കോഴിയുടെ അവസ്ഥ വിശന്നിട്ട് ക്ഷീണം കൊണ്ട് തല കറങ്ങിയിരിക്കുകയാണല്ലോ. ഒടുവിൽ നളഞ്ചി കോഴിക്ക് മുമ്പിൽ ഭക്ഷണത്തെ പറ്റിയുള്ള കൊതി പിടിപ്പിക്കുന്ന വർണ്ണനകൾ അങ്ങോട്ട് ഇറക്കാൻ തുടങ്ങി. വിഭവസമ്പുഷ്ടമായ നല്ല ഒന്നാം തരം പന്നിയിറച്ചി, പോത്തിറച്ചി, താറാവ്, കണവ, കൊഞ്ചി. പിന്നെ ബ്രദർ നേരത്തെ പറഞ്ഞാണ് എനിക്കിനി ഒന്നും കേൾക്കണ്ടേ, എനിക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയേ എന്ന് പറഞ്ഞ് കോഴി കിടന്ന് കാറാൻ തുടങ്ങി. കഴിക്കാം, അടിക്കാം. അപ്പൊ ഇനി ഫുഡ് അടിക്കാം. എന്ന ക്യാമറ ടീം ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഫുഡ് അടിക്കാം. കഴിച്ചുകൊണ്ടും സംസാരിക്കാം. ഷെഫ്, നിന്നെ ഞാൻ ശരിക്ക് തീറ്റിക്കാടാ, അകത്തോട്ട് വാടാ എന്നുള്ള രീതിയിൽ പതിയെ കോഴിയെ അകത്തോട്ടങ്ങ് കൊണ്ടുപോയി. കോഴി ഓർത്ത് ഇപ്പം കിട്ടും. വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ട് കോഴിയുടെ കണ്ണ് തള്ളിപ്പോയി. എങ്ങനെയെങ്കിലും ഇത് ഒറ്റയടിക്ക് അകത്താക്കണം. കോഴിയുടെ മനസ്സ് വെമ്പി. എന്നാൽ തൊട്ടടുത്ത് തന്നെ, നിന്നെക്കൊണ്ട് ഞാൻ ഇതെല്ലാം ശരിക്ക് തീറ്റിക്കാടാ, എൻ്റെ അടുത്താണോടാ നിൻ്റെ കളി എന്നായി നളഞ്ചി. കോഴിയുടെ കൈ ഭക്ഷണത്തിലേക്ക് പാഞ്ഞ നിമിഷം, തൊട്ടടുത്ത നിമിഷം തന്നെ അത് സംഭവിച്ചു. ഇതിപ്പോ കാന്താരി ചമ്മന്തി.
കോഴിയുടെ വായിൽ ചൂടോടുകൂടിയ എരിവുള്ള കപ്പക്കഷ്ണവും കാന്താരിയും പതിച്ചു. കോഴി നോക്കി, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ചിക്കൻ ഫ്രൈയിലാണല്ലോ കൈവച്ചത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ കോഴി മനസ്സിൽ കണ്ടപ്പോൾ മാനത്ത് കണ്ട നളഞ്ചി കപ്പയും കാന്താരിയും മുക്കി കോഴിയുടെ അണ്ണാക്കിലോട്ട് വെച്ചതായിരുന്നു അത്. അവിടെ ആവി പറക്കുന്ന ചിക്കൻ ഫ്രൈയും ബീഫും പോർക്കുമെല്ലാം മൂകസാക്ഷികളായി നിന്നു. കാന്താരി ചമ്മന്തി. ഇവിടെയാണ് ഇൻ്റർവെൽ പഞ്ച്. ഇനി തുടങ്ങുന്നത് ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നളഞ്ചിയുടെ വിളയാട്ടം. നളഞ്ചി തൻ്റെ വിശ്വസ്തനായ അംഗരക്ഷകനെ വിളിച്ചു. അംഗരക്ഷകൻ എന്തോ പ്രത്യേകതയുള്ള പാനീയം കൊണ്ടുവരുന്നു. കോഴിയുടെ മനസ്സ് സന്തോഷത്താൽ ആർത്തുല്ലസിച്ചു. ഏതെങ്കിലും വില കൂടിയ ദിവ്യപാനീയമായിരിക്കും. ഇതല്പം കഞ്ഞിവെള്ളമാണ്, കാന്താരി ഇട്ട കഞ്ഞിവെള്ളം. അവിടെയാണ് കളി മാറിയത്. കഞ്ഞിവെള്ളം കാന്താരി ഇട്ടതായിരുന്നു അത്. ഈ നളഞ്ചിയെ സമ്മതിക്കണം. നളഞ്ചിയുടെയൊക്കെ ഒരു ബുദ്ധിയെ. അധികം കാടിവെള്ളം കുടിക്കുന്ന പശു പിന്നെ പുല്ല് തിന്നത്തില്ലല്ലോ. ആ മെത്തേഡ് തന്നെയാണ് ഈ മെത്തേഡ്. നമ്മൾ കഴിക്കേണ്ട രീതി ഇനി എല്ലാവരും കോഴി അളിഞ്ഞു. നിങ്ങൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കഞ്ഞിവെള്ളം ആദ്യം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ അത് കേൾക്കുമ്പോഴേ അറിയാം. കോഴി ചമ്മിപ്പോയി. കള്ളപ്പവും മുളക് ചമ്മന്തി, പിന്നെ അതിനുശേഷം കള്ളപ്പവും കാന്താരി ചമ്മന്തി. ഇനി പിന്നെ എൻ്റെ പൊന്ന് നളഞ്ചി നിങ്ങളെ നമിച്ചു. ഇങ്ങനത്തെ കോമ്പിനേഷൻ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഈ കള്ളപ്പം എന്ന് പറയുന്ന സാധനം തന്നെയാണ് പാലപ്പം. സാധാരണ ഈ കള്ളപ്പത്തിൻ്റെ കൂട്ടത്തിൽ ഒന്നെങ്കിൽ വെജിറ്റബിൾ കറി അല്ലെങ്കിൽ എല്ലാ നോൺ വെജ് ഐറ്റവും ചേരും. അതാ കോമ്പിനേഷൻ. ഇങ്ങനൊരു കോമ്പിനേഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. ഭയങ്കര എരിവും ഒരു രുചിയില്ലാത്ത ഈ ആദ്യം കാന്താരി ചമ്മന്തി, അത് കഴിഞ്ഞ് പിന്നെ മുളക് ചമ്മന്തി. ഭയങ്കരം തന്നെ. സത്യം പറ, ഇവന് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു മെനു അല്ലേ ഇത്? കാന്താരി ഇട്ട കഞ്ഞിവെള്ളം. അപ്പൊ എല്ലാം കാന്താരിയാ. അത് കാന്താരിയില്ല ഒരു ജീവിതം ഇല്ലല്ലോ. തൻ്റെ ജീവിതം കാന്താരിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കുന്ന ഒരു മഹാനാണ് അദ്ദേഹം. സർവവും കാന്താരിമയം. കാന്താരിയിട്ട കഞ്ഞിവെള്ളം, കാന്താരി ചമ്മന്തി, മുളക് ചമ്മന്തി. ഇനിയിപ്പോൾ അടപ്രഥമനിലൊക്കെ കാന്താരി ആയിരിക്കുമോ? ആർക്കറിയാം. മൂഡ് അനുസരിച്ച് കഴിച്ചു. ഒരു സംഗീതം കേൾക്കട്ടെ. മൂഡിലാണല്ലോ ഇരിക്കുന്നത്. അതെ. മൂട്ടിന്ന് കേൾക്കുന്ന സംഗീതമോ? അതെന്ത് സംഗീതം? അതൊക്കെ അവിടെ വെച്ച് പ്രക്ഷേപണം ചെയ്താൽ മോശമല്ലേ? പിന്നെ മാട് കുടിക്കുന്ന പോലെ കഞ്ഞിവെള്ളമാണ് കുടിച്ചേക്കുന്നത്. സംഗീതമൊക്കെ കേൾക്കും. അതാ വീണ്ടും വിശ്വസ്തനായ അംഗരക്ഷകൻ വരുന്നു. ഈ തവണ മൺകുടത്തിൽ എന്തോ ഉണ്ട്. കോഴിയുടെ ഉള്ളൊന്ന് വെമ്പി. ഇതുറപ്പായിട്ടും മറ്റേ അതായിരിക്കും. ഏത്? നല്ല തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് ചെത്തിയെടുത്ത കള്ളില്ലേ, അത്. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ്. ഇത്തവണയും പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് അതും കഞ്ഞിവെള്ളം. പിന്നെ ഒരല്പം ആശ്വാസമുണ്ട്. മനസാക്ഷി ഓർത്ത് കാന്താരി ഒന്ന് മാറ്റി. നറുതീണ്ടി ഇട്ട കഞ്ഞിവെള്ളം. അതെ. നമ്മൾ ഇതെടുക്കുന്നു. വീണ്ടും കള്ളപ്പമാണ്. നമ്മൾ വരാല് മസാല ആണല്ലോ. കണ്ടോ, ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ആ ഫ്രഷ്നസ് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? കള്ളപ്പവും വരാല് മസാലയിലൊക്കെ പെരണ്ടിരിക്കും കേട്ടോ. അല്ലേ? കൊതി പിടിച്ചിട്ട് ഒരു കാര്യമില്ല കോഴി. വരാല് മസാല പെരണ്ട അവിടെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. അവന് കൊടുത്തതാണേ. ഈ സൂചിയിലോ അല്ലെ നഖത്തേലോ ഒക്കെ ഇച്ചിരി കുത്തിയെടുത്ത പോലെ ശകലം അവൻ്റെ മുഴുവൻ കൊതികളെ അങ്ങ് ഉണർത്തി വിട്ടു. ടേസ്റ്റ് ചെയ്യണം. കുടിച്ചോ? അതിൻ്റെ കൂടെ ഇരിക്കട്ടെ. അതിൻ്റെ വായ കുടിച്ച് കുറച്ച് പകുതി ഫുഡ് ഇരിക്കുമ്പോൾ വേണം ഈ സാധനം കുടിക്കാൻ. ഈ 2 പറ കഞ്ഞിവെള്ളം കുടിക്കാനായിരുന്നെങ്കിൽ വീട്ടിലെങ്ങാണ്ട് വരുന്നാ പോരായിരുന്നോ കോഴി? ഡൈൻ ലൈക്ക് എ കിങ്, കിങ് മേക്കർ. ഇയാളെന്നാ ഭക്ഷണം വെച്ച് മങ്കാത്ത കളിക്കുവാണ്. ഫാമിലിക്ക് വരാം. കേറി വാടാ മക്കളെ. ഫാമിലിക്കും വരാം. കേറി വാടാ മക്കളെ. റിലേ മൊത്തം പോയി. കാന്താരി ചമ്മന്തി, മുളക് ചമ്മന്തി, കാന്താരി ഇട്ട കഞ്ഞിവെള്ളം, നറുതീണ്ടിട്ട കഞ്ഞിവെള്ളം. കിറി മരച്ചു. തല കറങ്ങി. പറയുന്നത് എന്നാന്നോ പ്രവർത്തിക്കുന്ന എന്നാന്നോ അവന് തന്നെ അറിയത്തില്ല. അവൻ്റെ വെളിവ് മൊത്തം പോയി.
സ്പെഷ്യൽ കപ്പയിലേക്ക് കടക്കുക. ഇച്ചിരി എടുത്താൽ മതി. അതെ, ഇച്ചിരി എടുത്താന്ന് പറയുന്നത്. അപ്പൊ ഈ കപ്പ എടുത്ത് നീ പറയണ്ടാ, അല്ലേലും ഇച്ചിരി തരത്തുള്ളൂ. കപ്പയൊക്കെ ഇനി എത്ര കാലഘട്ടം കൂടെ കാണും ചേട്ടാ? കാണും. മലയാളി ഉള്ളിടത്തോളം കാലം കാണും. ചന്ദ്രമണ്ഡലത്തിൽ വരെ മലയാളി ഇത് കൃഷി ചെയ്യുന്നതായി അറിഞ്ഞു. ചന്ദ്രനിലും കപ്പയോ? ഓ, ഇനി അതായിരിക്കും ചന്ദ്രന്റെ കപ്പ. എവിടെയോ കേട്ടിട്ടുണ്ട്. ഇതെന്തൊക്കെയാന്ന് പറയാം? കപ്പ, മീൻകറി. ദൈവമേ, ചമ്മന്തിയിലല്ലായിരുന്നോ മുക്കിയത്? അയ്യോ, എന്നാ എനിക്ക് ഒത്തിരി വേണം. വീണ്ടും അംഗരക്ഷകൻ ഏതാണ്ട് കൊണ്ടിരുന്നുണ്ട്. സാധനം കൊണ്ട് ഇപ്പൊ ചമ്മന്തിയുടെ 2 വെറൈറ്റിയാണ് ഇപ്പൊ കഴിഞ്ഞത്. ഇനി നമ്മൾ വീണ്ടും ചമ്മന്തിയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ചമ്മന്തിയിലേക്ക് കിടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഉള്ളിച്ചമ്മന്തി എന്ന് പറയും. കണ്ടോ, ഇതും കാന്താരിയാ. ഈ ദൈവമേ, ഇതും ചമ്മന്തിയോ? ഈ പണ്ടാരക്കാലിന് ചമ്മന്തിയിൽ ആരാണ്ട് കൈവശം കൊടുത്തതാണോ? അതോ ഇനി ഇങ്ങേർക്ക് ചമ്മന്തിയിലാണോ തൊട്ടു കൊടുത്തത്? എൻ്റെ പൊന്നുകാല, ആ ഉള്ളി എനിക്ക് ആ മുമ്പേ തന്ന ആ കാന്താരി ചമ്മന്തിക്കകത്തും ആ മുളക് ചമ്മന്തിക്കകത്തും കിട്ടിയായിരുന്നെന്ന്. പിന്നെ അതിനാ പ്രത്യേകിച്ച് ഇനി ഉള്ളിച്ചമ്മന്തി. ഇതും കാന്താരിയാ. ഈ ഉള്ളിച്ചമ്മന്തിയും കൂട്ടി കപ്പ കഴിക്കാൻ പോവാ. ഇപ്പം കപ്പ, മീൻ മുളകിട്ടത്, ഉള്ളിച്ചമ്മന്തി. അതെ, ഈ ഉള്ളിച്ചമ്മന്തി ഉണ്ടോ? ഈ ഉള്ളിച്ചമ്മന്തി എടുത്തിട്ട് അടിപൊളി സാധനമാണ്. അതിൻ്റെ കൂടെ പിന്നെയും ചമ്മന്തി. ദൈവമേ, എൻ്റെ വെളി മൊത്തം പോവാണല്ലോ, തലേ കറങ്ങുന്നു. അല്ല, ഇപ്പം നമ്മൾ കഴിച്ച എന്നാ ഇത്? ചമ്മന്തിയും കപ്പയും, പിന്നെ ഇതെന്നാ ഇത്? മീൻ മുളകിട്ടതും, പിന്നെ ഇതെന്നാ ചമ്മന്തിയും, പിന്നെ ഇത്. അതിൻ്റെ കൂടെ കഴിക്കേണ്ട ഡ്രിങ്ക് ഇതാണ്. ആഹാ, അത് നിങ്ങളൊക്കെ ലൈഫിൽ നല്ലൊരു താളം. ദൈവമേ, ഇറങ്ങി ഓടാനായിട്ട് വഴിയും കാണുന്നില്ല. ദേ പിന്നെയും കഞ്ഞിവെള്ളം. ഇത് ഞാൻ മുമ്പേ കുടിച്ചതാന്ന്. എനിക്ക് വേണ്ട. എപ്പോഴെപ്പോഴും കഞ്ഞിവെള്ളം തരാം. ഞാൻ കമ്പത്തൊന്നും കൊണ്ടുവന്ന കമ്പന്മാരാണോ? നമ്മളിനി പന്നിയിറച്ചി കഴിക്കാൻ പോവാം. പന്നിയിറച്ചി എങ്കിൽ പന്നിയിറച്ചി, അതെങ്കിലും മര്യാദയ്ക്കൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. കോഴിയുടെ മനസ്സ് വെമ്പി. ഏറ്റവും ഫേവറേറ്റ് ആണല്ലേ? നമ്മളിങ്ങനെ പന്നിന്ന് വെച്ച പന്നി. അതെ, കളഞ്ചി, നീ പന്നിയിറച്ചി നിന്നെ ഞാൻ തീറ്റിക്കാടാ. ചൂടേണ്ട ആവശ്യമില്ല, ചൂടില്ല. അയ്യോ, ഞാൻ ചൂടായിട്ട് ഊതിയതല്ല. 2 ഇടങ്ങഴി കഞ്ഞിവെള്ളവും കാന്താരി എല്ലാം കൂടെ അകത്ത് ചെന്നിട്ട് എൻ്റെ അണ്ണാക്കെല്ലാം കൂടെ വെണ്ണീറായി പോയിട്ട് ഞാൻ ഊതിയതാ. ഇതൊരു മാതിരി ആനയ്ക്ക് മുമ്പ് അലുവാ കഷ്ണം വെച്ചവരായിപ്പോയി. ശരിക്കും കഴിക്കുമ്പോൾ മനസ്സും വയറും ഒരേപോലെ നിറയണം. അല്ലാതെ പൈസയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ കൂടി ആഹാരം കൊടുത്താൽ ഒരിക്കലും ഒരു മനുഷ്യന്റെ വയറ് നിറയും. കഴിക്കാൻ വരുന്നവനും കഴിക്കാനൊരു യോഗം. മിസ്റ്റർ കോഴിക്കുട്ട, ഏതായാലും നിനക്ക് കഴിക്കാൻ യോഗം ഉണ്ടായില്ലെങ്കിലും നല്ലപോലെ 2 ഇടങ്ങഴി കഞ്ഞിവെള്ളം കുടിക്കാനുള്ള യോഗം ഉണ്ടായില്ലേ? ഇവിടെ വരുന്ന ഒരു വ്യക്തി തിരിച്ചു പോകുമ്പോൾ അവൻ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കണം. അത് ഓർത്തിരിക്കുമെന്നും എനിക്കറിയത്തില്ല, പക്ഷെ നീ ഒരിക്കലും മറക്കത്തില്ല, അത് ഉറപ്പാ. കഞ്ഞിവെള്ളം